ഷിഗല്ലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് വളരെ കുറവാണ്. അതായത് ഒരു 1,00,000 കോളറ ബാക്ടീരിയ ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഷിഗല്ലയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് 10 മുതൽ 100 ബാക്ടീരിയ മാത്രം മതി. അപ്പൊ ആ അത്രയും ചെറിയ എണ്ണം ബാക്ടീരിയകൾ കൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗം വ്യാപിക്കാം. അതുപോലെ മൈക്രോ കണ്ടാമിനേഷൻ ഓഫ് ഹാൻഡ്സ് എന്ന് പറയുന്നത്, അതായത് ഒരു കയ്യിൽ എങ്ങാനും നമ്മൾ ഹാൻഡ് വാഷിംഗ് പ്രോപ്പർ ആയിട്ട് ആ പേഷ്യന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അതുവഴി ഈസിലി ട്രാൻസ്മിറ്റ് ചെയ്യാം. പിന്നെ വേറൊരു പ്രത്യേകത, ഈ ഗ്യാസ്ട്രിക് അസിഡിറ്റിയും ഇത് റെസിസ്റ്റന്റ് ആണ്. അതും അത് മറികടന്ന് കുടലിലേക്ക് ഈ ബാക്ടീരിയ എത്താനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ ഈ സവിശേഷതകൾ കൊണ്ട് തന്നെ ഇതിന്റെ ട്രാൻസ്മിഷൻ, ഒരാൾക്ക് ഡിസീസ് ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഈ രോഗം എങ്ങനെയാണ് മറ്റൊരാളിലേക്ക് വിവിധ രീതിയിൽ പകരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് ക്ലോസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ പേഷ്യന്റ്. അതായത് ഒരു ഷിഗല്ല രോഗിയുമായി സമ്പർക്കത്തിലുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാം. അയാളുടെ ഹാൻഡ് വാഷിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ ഈ ബാക്ടീരിയ അയാളുടെ മലത്തിൽ നിന്ന് കയ്യിലേക്ക് വരികയും ഈ കൈയിലൂടെ മറ്റു വസ്തുക്കളിൽ പിടിക്കുകയും ആ വസ്തുക്കൾ മറ്റൊരാൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അയാളിലേക്ക് രോഗാണു എത്തുകയും ചെയ്യും. അപ്പൊ കുട്ടികളുടെ കേസിലൊക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവര് ചിലപ്പോൾ ഹാൻഡ് വാഷിംഗ് ഒന്നും പ്രോപ്പറായിട്ട്, ടോയ്ലറ്റിൽ പോയിട്ട് പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്തില്ലെങ്കിൽ അവരൊരു ടോയ്സ് ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഷെയർ ചെയ്യുമ്പോൾ വരെ മറ്റൊരാൾക്ക് ഈ രോഗാണു പകരാം. അതാണ് ഒരു രീതി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് വഴി, അതായത് കണ്ടാമിനേറ്റഡ് ആയ ഹാൻഡ്സ് വഴി ഫുഡ് നമ്മൾ ഹാൻഡിൽ ചെയ്യുകയും ആ ഫുഡ് മറ്റൊരാൾ കഴിക്കുകയും ചെയ്താൽ ഈ രോഗാണു അയാളുടെ ശരീരത്തിലേക്ക് എത്താം. പ്രത്യേകിച്ച് റോ ഫുഡ്സ് ഒക്കെ, അതായത് അധികം കുക്ക് ചെയ്യാത്ത രീതിയിലുള്ള ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ ബാക്ടീരിയ അവിടെ സർവൈവ് ചെയ്യുകയും അതിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിനുള്ളിലേക്ക് ഈ രോഗം എത്തുകയും ചെയ്താണ് ഫുഡ് ബോൺ ആയിട്ടുള്ള ഒരു രീതി. മൂന്നാമത്തത് വാട്ടർ വഴി, അതായത് അൺസേഫ് ഡ്രിങ്കിങ് വാട്ടർ, ശുദ്ധമല്ലാത്ത കുടിവെള്ളം യൂസ് ചെയ്യുന്നത് വഴി ഇതിനകത്ത് ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറാം. അതായത് ഇപ്പോൾ നമ്മുടെ ജലസ്രോതസ്സുകളിൽ ഇതിന്റെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടിവെള്ളം നമ്മൾ യൂസ് ചെയ്താൽ അത് പ്രോപ്പറായിട്ട് തിളപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അതിനെ ശുദ്ധീകരിക്കാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വെള്ളത്തിലൂടെ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കാം. നാലാമത്തെ ഒരു മാർഗം ഈച്ചകൾ പോലെയുള്ള രോഗവാഹകർ വഴി നമ്മുടെ ഭക്ഷണത്തിലേക്ക്, അതായത് ഈ മലത്തിലേക്ക് പോയി ഇരുന്നിട്ടുള്ള ഈച്ച നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ വന്നിരിക്കുകയും അവിടെ ഈ രോഗാണു എത്തുകയും ആ രോഗാണു ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യാം. ഇങ്ങനെ ഫീക്കോ ഓറൽ റൂട്ട് എന്ന് പറയും. ഇങ്ങനെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എത്തുകയാണ് സാധാരണ ചെയ്യുന്നത്.